ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ചധികം അപ്ഡേറ്റ്സുകളുണ്ട്. ദളപതി 69 ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന്റെ ഫുൾ ഡീറ്റെയിൽസ്, പോസ്റ്റർ എങ്ങനെയാണ് എന്നതിൻ്റെ ഉള്ളതിൻ്റെ, അതുപോലെ ദളപതി 69 അനിരുദ്ധ് ഉപയോഗിച്ച ഒരു BGM മ്യൂസിക് അപ്ഡേറ്റും ഉണ്ട്. പിന്നെ വിജയ്ക്ക് മിസ്സായ ഒരു ഹോളിവുഡ് ലെവൽ പടത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റും. നമുക്ക് റൈഡിന് പോവുകയല്ലേ. അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഈ പാട്ട് കേൾക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. സോ നിങ്ങൾക്കായി കുറച്ച് അടിപൊളി എയർബഡ്സ് ടാഗ് യൂസുകൊണ്ട് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഫസ്റ്റ് അപ്ഡേറ്റ്, ദളപതി 69 ന്യൂ ഇയറിന് ഉണ്ടാകുമെന്നാണ് നമ്മൾ അപ്ഡേറ്റൊക്കെ വിചാരിക്കുന്നത്. പിന്നെ പോയി ഈ പൊങ്കലിനും ഇല്ല. ഇനിയിപ്പോൾ ഇതൊക്കെ എന്ന് റിലീസ് ചെയ്യാനല്ലേ എന്ന് തോന്നിയേക്കാം. എന്നാൽ ലാസ്റ്റായിട്ടൊരു ഡേറ്റ് പറയുന്നത് ജനുവരി 26, അതായത് റിപ്പബ്ലിക് ഡേ. പോസ്റ്ററൊക്കെ ഓൾറെഡി റെഡിയാണ്. ന്യൂ ഇയറിന് മുൻപേ കഴിഞ്ഞതാണ് ഡേറ്റ്. അവന്മാർ തീരുമാനിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. പോസ്റ്ററിൻ്റെ വർക്കൊക്കെ എപ്പോഴോ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പോസ്റ്റർ എങ്ങനെയാകുമെന്നതിൻ്റെ അപ്ഡേറ്റ്സ് ട്രാക്കേഴ്സൊക്കെ പുറത്തു വിടുന്നുണ്ട്. പോസ്റ്ററിൽ വിജയ്ക്ക് 2 ഗണ്ണ് വെച്ച് നിൽക്കുന്ന ഒരു ടൈപ്പ് പോസ്റ്ററാണെന്നാണ് പറയുന്നത്. 2 ഗണ്ണ് വെച്ച് നിൽക്കുന്ന ജയിലാണോ അതോ വേറെ ഏതൊരു റൂമാണോ എന്ന് മാത്രമാണ് സംശയമുള്ളത്. അതുപോലൊരു പോസ്റ്ററാണ് വരുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും കാത്തിരുന്ന് നോക്കാം. ഇനിയിപ്പോൾ ജനുവരി 26 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. നോക്കാം. നെക്സ്റ്റ്, അനിരുദ്ധ് ഇപ്പോൾ മോസ്റ്റായിട്ട് സോങ്സിലും BGMസിലൊക്കെ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ ട്രെൻഡാകുന്ന ചില വേർഡ്സൊക്കെ ഉപയോഗിച്ചാണ്. ലേറ്റസ്റ്റ് വർക്കായ വിടാമൂർത്തിയിലൊക്കെ കടവളെ അജിത്തെ ഇറുങ്കവ എന്ന ഐറ്റംസൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലൊരു ഐറ്റം ദളപതി 69 ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. അതായത് വൺ ലാസ്റ്റ് ടൈം, വൺ ലാസ്റ്റ് ഡാൻസ് എന്ന വേർഡ്സും സോഷ്യൽ മീഡിയ ട്രെൻഡായ വേർഡ്സാണ്. വൺ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നൊരു മ്യൂസിക് 69 ഉണ്ട് എന്നാണ് പറയുന്നത്. ട്രൂ ആകുമോ എന്ന് കാത്തിരുന്ന് നോക്കാം. അടുത്തത്, വിജയ്ക്ക് മിസ്സായ ഒരു ഹോളിവുഡ് ലെവൽ ചിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഗൗതം വാസുദേവന്റെ യോഗം അധ്യായമുണ്ട്. ഫസ്റ്റ് ലുക്ക്, സെക്കൻഡ് ലുക്ക് ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടും നടക്കാത്ത ഒരു ചിത്രമാണ്. ഈ പടത്തിനെ കുറിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഹോളിവുഡ് ടൈപ്പ് ഫിലിം ആയിരുന്നു എന്നതിനെ കുറിച്ചാണ്. ഇതിൻ്റെ കാസ്റ്റിംഗ് അടക്കം ഹോളിവുഡിൽ നിന്നാണ്. നായിക വരെ ഹോളിവുഡ് ഹീറോയിനായിരുന്നു. ഒരു ഡാർക്ക് മൂഡ് ത്രില്ലർ മൂവിയാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ പടം എടുത്താൽ തമിഴ് പീപ്പിൾസിന് മനസ്സിലായില്ല. അതുകൊണ്ടാണ് വിജയ് സാർ വേണ്ടെന്ന് വെച്ചെന്ന് പറയുന്നത്. ഇത് സ്റ്റോറി എന്ന് പറയുന്നത് വളരെ ഡാർക്കാണ്. അന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വലിയ വിജയമാകാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ ഇറങ്ങുകയാണെങ്കിൽ വൻ ഹിറ്റ് ആകുമായിരുന്നു. എന്തായാലും വിജയ്ക്ക് ആ പടം മിസ്സായി. പക്ഷെ ആ പടം മിസ്സായത് കൊണ്ടാണ് തുപ്പാക്കി പോയിട്ട് എബി പടം കിട്ടിയത്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ ഈ അപ്ഡേറ്റ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെന്താ, സബ്സ്ക്രൈബ് ചെയ്യുക.